നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു. അടിപൊളി. തീർച്ചയാണോ സെലക്ട് ചെയ്തേ? ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ തീർത്ത സൂപ്പർ ആയിട്ട് താങ്ക് യു സർ. തീർത്ത കഴിഞ്ഞ റൗണ്ടും നന്നായിട്ട് പ്രസന്റ് ചെയ്തു, ഇന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് തീർത്ഥയുടെ സിംഗിങ്ങിലും പെർഫോമൻസിലും. നല്ല സോങ്, എന്തൊരു നല്ല സോങ്. അയ്യോ എന്ത് നല്ല വരികൾ, എന്ത് നല്ല മ്യൂസിക്. മോളെ ഈ സോങ് ചൂസ് ചെയ്തതിന് ആദ്യം ഒരു ക്ലാപ്സ്. സൂപ്പർ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയത്. എസ്പെഷ്യലി ഇതിന്റെ അനുപല്ലവിയിലെ വരികൾ എനിക്ക് കുങ്കുമം പൂക്കും, അതൊന്ന് പാടാവോ മോളെ? കുങ്കുമം താരാരാ ശ്രുതി ശ്രുതി കുന്നിന്മേൽ അവിടെ അത് വന്നാലേ ഒരു യെസ്. അപ്പൊ കുങ്കുമത്തിന്റെ അവിടെ അമ്പലം, ഇത് രണ്ട് പോർഷനിൽ താരേ കുങ്കുമം അമ്പലം. ഇപ്പം വേറെന്തോ പാടുന്ന മോള് കുങ്കുമം അമ്പലം. നൈസ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പാടാവോ? അത് ടേക്കിന്റെ സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളോർ പൂങ്കൂടം കൊട്ടുന്നു. നന്മ മാത്രമളക്കുന്നു. ഓക്കെ, എനിവേ നന്നായിട്ട് പാടി. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം ഇമ്പ്രൂവ് ചെയ്യാം, വേർഡ്സ് ക്ലാരിറ്റി കുറച്ചും കൂടി. ചില വാക്കുകൾ മുങ്ങിപ്പോകുന്നുണ്ട് പാടുന്ന സമയത്ത്. അപ്പം നമുക്ക്
ക്ലിയർ ആവുന്നില്ല. ഞാനപ്പോ ഇങ്ങനെ നോക്കും ഇതെന്താ പാടിയെന്നുള്ളത്. അപ്പൊ അതിനിയും ഒന്ന് തീർത്ഥ വർക്ക് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക തീർത്ഥ അടിപൊളിയായിട്ട് പാടിമോളെ. താങ്ക് യു സർ. ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഇങ്ങനെ രാവിലൊക്കെ നമുക്കിങ്ങനെ മുറ്റത്ത് പോയി ഇരുന്ന് ഒരു ചായം കുടിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്. നല്ല ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഇപ്പൊ ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു എന്നിട്ട് അബ്രപ്റ്റ് ആയിട്ടാണ് മോള് സ്റ്റോപ്പ് ചെയ്യണത്. എല്ലാത്തിനും ഒരു സസ്റ്റെയിൻ ഒരു ഡീക്കെ കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം മോള് ഇപ്പൊ മീട്ടുന്നു ആണെങ്കിലും ചൊല്ലുന്നു ആണെങ്കിലും എല്ലാം അങ്ങനെ ഒറ്റ സ്റ്റോപ്പാണ്. അത് ഒറ്റയടിക്ക് നിർത്താതെ ഒരു സസ്റ്റെയിനിൽ ഇങ്ങനെ അങ്ങ് ഫേഡ് ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. മക്കളെ നല്ല പാട്ടടാ. എത്ര വയസ്സായി കുഞ്ഞിന്? 13. 13 വയസ്സായപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം മോളിത് വായിച്ചു നോക്കണം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഓ അണ്ണാച്ചി മിസ് യു. എന്ത് പറയാനാ, നമ്മളെ വിട്ടൊക്കെ ഓടിക്കളഞ്ഞിട്ട്. ഛേ പോട്ടെ. എനിക്ക് ആ സ്നേഹ കോകിലം അല്ലേ, അത് പാടാമോ? സ്നേഹകോകിലം കോകിലം കോകിലം കോകിലം. അത്രയില്ല മക്കളെ. കോകിലം 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 കോകിലം. അല്ല മോളെ, കൂടുതലും ആക്കരുത്. കോകിലം കോകിലം. ശരിയായിക്കോണം കേട്ടോ. അത് മനസ്സിലായല്ലോ. ഒരു ചെറിയ ടച്ച്. ആ ചെറിയ കോകിലം കോകിലം മോളെ കോകിലം കോകിലം. ആ മോളെ അത് മനസ്സിലായല്ലോ കുഞ്ഞിന്. അത് മതി, എല്ലായി. അതുപോലെ വീശുന്നു. മഞ്ഞു കൂടി ഉടുക്കുന്നു മിന്നിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ബ്യൂട്ടിഫുൾ. അത് കൃത്യമായിട്ട് വന്നാ മതി കേട്ടോ മക്കളെ. അതുപോലെ പ്രാവുകൾ, അത് കൃത്യമായിട്ടൊന്ന് പാടാമോ പ്രാവിനെ? അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ. മതി 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 മതി, ധന്യനായി മക്കളെ. അതുപോലെ ശംഖ് പുഷ്പം ഒന്ന് പാടാമോ? ശംഖുപുഷ്പം. മക്കളെ അത് പുഷ്പം അല്ലടാ, ശംഖ് പുഷ്പം. ശംഖ് പുഷ്പം പുഷ്പങ്ങൾ പൂന്നാക്കരുത്, നീട്ടാണ്ട് എത്ര വലിച്ചാണെങ്കിലും. ശംഖ് പുഷ്പങ്ങൾ പുഷ്പങ്ങൾ. അത് പൂ മക്കള് ശംഖ് പുഷ്പങ്ങൾ എന്ന് പാടുമ്പോ ശംഖുപുഷ്പം നീണ്ടു നിവർന്ന് കിടക്കുന്നു. അങ്ങനെ അല്ല വരണ്ട കേട്ടാ. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള വാക്കുകൾ ചിലത് വരുമ്പോ നമ്മൾ പാടണം. അത് നല്ല ശംഖ് പുഷ്പം എന്ന് തന്നെ കേൾക്കണം പാടുമ്പോ കേട്ടോ. അത്രേ ഉള്ളു മക്കളെ. എനിക്ക് ആ ചരണത്തിന്റെ അനുബന്ധയോടൊക്കെ എന്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോള് പാടി. ഭയങ്കര സുന്ദരായിരുന്നു. ചക്കര. ലവ് യു. ഓക്കെ, താങ്ക് യു ശരത് സാർ. മാർക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ തീർത്ഥ എത്രയായിരുന്നു കഴിഞ്ഞ റൗണ്ടില്? 9.6 9.4 9.4. അത് ഏത് പാട്ടാ പാടിയത്? സത്യം ശിവസുന്ദരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 9.3. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക തീർത്ഥ 9.4. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ യെസ് മോളെ 9.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 28.6. അടിപൊളി. രണ്ട് റൗണ്ടിലും കിഡിലൻ മാർക്ക് വാങ്ങി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.